ഹായ് ഫ്രണ്ട്സ്, ചെങ്ങായി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മാറിയ പുസ്തകമാണല്ലോ. ഇപ്പോൾ അതിൽ മലയാളത്തിൻ്റെ വീഡിയോ രണ്ടാമത്തെ വീഡിയോ ആണ്. വാമൊഴിച്ചന്തം എന്ന് തൊട്ടുള്ള ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വാമൊഴിച്ചന്തം എന്തൊരു കിലുക്കമുള്ള ഭാഷയാണ് നമ്മുടെ മലയാളം. കിലുക്കം നിറഞ്ഞു കവിഞ്ഞതാണ് നമ്മുടെ പാട്ടും പറച്ചിലും. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ കിലുക്കമുള്ള ഒരു പാട്ട് നമുക്കൊന്ന് നോക്കാം. തിന്താരോ തക, അതിൻ്റെ വായ്ത്താരി, ആ ട്യൂണ് കിട്ടാൻ വേണ്ടി വായ്ത്താരി ആദ്യം കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ചൊല്ലി നോക്കാം. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. ഒന്നാനമ്മയ്ക്കും മക്കൾക്കുമാടാൻ രണ്ടാം കുന്നിന്മേലൂഞ്ഞാല്, രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ നാലാം കാട്ടിലെ പൊന്മാല, നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചേല. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. ഇതുമായി ബന്ധപ്പെട്ട് വരികൾ കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? എന്താ നോക്കൂ. മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ നാലാം കാട്ടിലെ പൊന്മാല. അപ്പം 3 കഴിയുമ്പോൾ 4, പിന്നെ നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചേല. ഇനി നമ്മൾ തുടങ്ങേണ്ടത് അഞ്ചാനമ്മയ്ക്കും എന്നോട്ടിട്ടാണ്. അപ്പോൾ ഈ പാട്ടിന് തുടർച്ചയായി ചില വരികൾ കണ്ടെത്താമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ കൂട്ടിച്ചേർക്കാവുന്ന വരികൾ: അഞ്ചാനമ്മയ്ക്കും മക്കൾക്കും പോകാൻ ആറാം കടവിലെ പൂന്തോണി, ആറാനമ്മയ്ക്കും മക്കൾക്കും കാണാൻ ഏഴാം കാവിലെ തുള്ളാട്ടം, ഏഴാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ എട്ടാം തട്ടിലെ പൂഞ്ചേല, എട്ടാനമ്മയ്ക്കും മക്കൾക്കും പാടാൻ 9ാം നാളിലെ ഓണപ്പാട്ട്, 9ആനമ്മയ്ക്കും മക്കൾക്കും ഉണ്ണാൻ 10ാം നാളിലെ ഓണസദ്യ. നമുക്കിതെല്ലാം ചേർത്ത് ഒന്ന് താളമിട്ട് പാടാം. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. ഒന്നാനമ്മയ്ക്കും മക്കൾക്കുമാടാൻ രണ്ടാം കുന്നിന്മേലൂഞ്ഞാല്, രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചേർത്താൻ നാലാം കാട്ടിലെ പൊന്മാല, നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചേല. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. അഞ്ചാനമ്മയ്ക്കും മക്കൾക്കും പോകാൻ ആറാം കടവിലെ പൂന്തോണി, ആറാനമ്മയ്ക്കും മക്കൾക്കും കാണാൻ ഏഴാം കാവിലെ തുള്ളാട്ടം, ഏഴാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ എട്ടാം തട്ടിലെ പൂഞ്ചേല, എട്ടാനമ്മയ്ക്കും മക്കൾക്കും പാടാൻ 9ാം നാളിലെ ഓണപ്പാട്ട്, 9ആനമ്മയ്ക്കും മക്കൾക്കും ഉണ്ണാൻ 10ാം നാളിലെ ഓണസദ്യ. ഇതുപോലെ ഇതിനേക്കാൾ നല്ല രീതിയിൽ നിങ്ങൾ എല്ലാവരും കൂട്ടമായിട്ടും ഒറ്റയ്ക്കും ഈ പാട്ട് പാടി പഠിക്കുക. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇത് എല്ലാവരും നോട്ട് ബുക്കിൽ ഈ ചേർത്ത വരികളൊക്കെ എഴുതി വയ്ക്കാം. ചില വായ്ത്താരികൾ ടീച്ചറോടൊപ്പം ചൊല്ലി ആസ്വദിച്ചല്ലോ. നിങ്ങളുണ്ടാക്കിയ വായ്ത്താരികൾ എഴുതി വയ്ക്കൂ. വായ്ത്താരികൾ സംഘമായി ചൊല്ലി ആസ്വദിക്കൂ.
അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വായ്ത്താരികൾ, കുറച്ച് വായ്ത്താരികൾ ഇവിടെ ടീച്ചർ തരാം. അപ്പോൾ നിങ്ങളതൊക്കെ ചൊല്ലി ആസ്വദിക്കുക. വായ്ത്താരി ചന്തം, വായ്ത്താരിയുടെ ചന്തം എന്താണെന്ന് നോക്കാം. തെയ്യക്കം 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 താരോ, തെയ്യക്കം 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 താരോ, തെയ്യക്കം 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 താരോ, തെയ്യക്കം 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 താരോ. അതൊരു വായ്ത്താരിയാണ്. മറ്റൊന്ന് ധീം തക്കിട ധീം തക്കിട്ട ധീം തക്കിട്ട ധീം ധീം, ധീം തക്കിട്ട ധീം തക്കിട്ട ധീം തക്കിട്ട ധീം ധീം, ധീം തക്കിട്ട ധീം തക്കിട്ട ധീം തക്കിട്ട ധീം ധീം, ധീം തക്കിട്ട ധീം തക്കിട്ട ധീം തക്കിട്ട ധീം ധീം. ഇനി തെന്തിനം താനാ 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 തെന്തിനം താനാ. അങ്ങനെ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ വായ്ത്താരികൾ നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞു തരും. അതേപോലെ നിങ്ങൾ തനിയെയും വായ്ത്താരികൾ ഇതുപോലെ ഉണ്ടാക്കാൻ നോക്കണം. നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. പാടി രസിക്കാം. അടുത്ത പ്രവർത്തനം പാടി രസിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കിവിടെ ഒരു വായ്ത്താരി പാടാം. അതേ ഈണത്തിലുള്ള ഒരു നാടൻ പാട്ടും ഇവിടെ കൊടുക്കുന്നുണ്ട്. താനാ തന തന, താനാ തന തന താനാ തന തന, താനാ തന തന തെന്തിന്നാനോ, താനാ തന തന താനാ തന തന താനാ തന തന തെന്തിന്നാനോ. ഒരു ചാലുഴുതില്ല ഒരു വിത്തും വിതച്ചില്ല, താനെ മുളച്ചൊരു പൊൻ തകര, താനാ തന തന താനാ തന തന താനാ തന തന തെന്തിന്നാനോ. ഒരു നാൾ ഒരു വട്ടി, പിറ്റേന്നാൾ രണ്ടു വട്ടി, മൂന്നാം നാൾ മൂന്നു വട്ടി തകര നുള്ളി, താനാ തന തന താനാ തന തന താനാ തന തന തെന്തിന്നാനോ. ഉപ്പോടു മുളകൊടു വെങ്കലക്കഴത്തോടു തകര പറിച്ചൊരു കറിയുണ്ടാക്കി, ഉപ്പോടു മുളകടു വെങ്കായക്കാലത്തോടു തകര പറിച്ചൊരു കറിയുണ്ടാക്കി, താനാ തന തന താനാ തന തന താനാ തന തന തെന്തിന്നാനോ. അപ്പൂപ്പനമ്മാവനയലത്തെ കേളുമ്മാൻ വടക്കേളെ നാണിക്കും വിരുന്നൊരുക്കി, താനാ തന തന താനാ തന തന താനാ തന തന തെന്തിന്നാനോ. കുംഭമാസം കഴിഞ്ഞപ്പോൾ തകര കരിഞ്ഞു, ഇനി എന്തു ചെയ്യും പെരുങ്കുടലേ, താനാ തന തന താനാ തന തന താനാ തന തന തെന്തിന്നാനോ. ആറാറു മടക്കിട്ട് 60 കുരുക്കിട്ട് അനങ്ങാതെ കിടന്നോ പെരുങ്കുടലേ, ആറാറു മടക്കിട്ട് 60 കുരുക്കിട്ട് അനങ്ങാതെ കിടന്നോ പെരുങ്കുടലേ, താനാ തന തന താനാ തന തന താനാ തന തന തെന്തിന്നാനോ. എല്ലാവർക്കും ഈ വായ്ത്താരിയും ഈ നാടൻ പാട്ടും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പഴഞ്ചൊൽ പെരുമ പാട്ടിലും കവിതയിലും മാത്രമല്ല ചൊല്ലുകളിലും താളമുണ്ട്. ഈ വിവരണം വായിക്കൂ. നാരങ്ങപ്പാല് ചൂട്ടയ്ക്കു 2, ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ, ഓടി ഓടി വരണ കള്ളനെ പിടിച്ചേ. ഈ നാരങ്ങപ്പാല് നിങ്ങൾ കളിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഈ കുട്ടി കളിക്കുന്നത് പോലെ കളിക്കുക. 2 കുട്ടികൾ കൈകോർത്ത് പിടിച്ച് നിൽക്കുക. അതിൻ്റെ ഉള്ളിൽ കൂടെ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ റൗണ്ട് അടിക്കുക. അപ്പോൾ ഓടി വരുന്ന കള്ളനെ പിടിച്ചേ എന്ന് പറയുമ്പോൾ ഏത് കുട്ടിയാണോ ആ നടുവിൽ വരുന്നത് ആ കുട്ടിയെ പിടിക്കുക. പൊടി പാറിയ കളിയാണ് മുറ്റത്ത്. ആകെ കൂക്കും വിളിയും ബഹളമയം.
എന്താ മക്കളെ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ? അമ്മയാണ്. അമ്മ പറയാണ്, എന്താ മക്കളെ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ? ഹായ്, നെയ്യപ്പത്തിൻ്റെ മണം! കുട്ടികൾ ആർത്തു വിളിച്ചു. ഓ, കളിയൊക്കെ നിർത്തിയോ? എന്താണിപ്പോൾ എല്ലാവരും ഇങ്ങോട്ടോടി വന്നത്? ഓ, അതെങ്ങനെയാ? അരി എറിഞ്ഞാൽ 1000 കാക്ക എന്നല്ലേ? അല്ല, നീ എന്താ ബേബി അവിടെ ഒതുങ്ങിയിരിക്കുന്നത്? ബേബിയെ നോക്കി അമ്മ ചോദിച്ചു. അതെ, കളിക്കാനും കൂടിയിട്ടില്ല. തലവേദനയും പനിയുമാണത്രേ അവൾക്ക്. വയറുവേദനയും ഉണ്ട്, ബേബിയുടെ കൂട്ടുകാരി പറഞ്ഞു. എന്നാലും ഒരു നെയ്യപ്പം കഴിച്ചോ മോളെ? അമ്മ സ്നേഹത്തോടെ നിർബന്ധിച്ചു. വേണ്ടമ്മേ, എനിക്ക് വയ്യ. ബേബി ചിണുങ്ങി. കഷ്ടം തന്നെ. എൻ്റെ കുട്ടിക്ക് എന്തിഷ്ടാണ് നെയ്യപ്പം. അത് തിന്നാറായപ്പോഴോ ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് എന്ന നിലയിലായി അവളുടെ കാര്യം. അമ്മ വിചാരിച്ചു. ബേബിക്കുട്ടിയെ, മോളുടെ പനി മാറുമ്പോൾ അമ്മ നെയ്യപ്പം ഉണ്ടാക്കി തരാട്ടോ. ബേബിയെ തൊട്ട് തലോടി ആശ്വസിപ്പിച്ച് അമ്മ അകത്തേക്ക് പോയി. മുറ്റത്ത് നിന്നും വീണ്ടും ബഹളമുയർന്നു. കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ. ഈ വിവരണം വായിച്ചപ്പോൾ അതിൽ പഴഞ്ചൊല്ലുകൾ നിങ്ങൾ കണ്ടെത്തിയോ? പഴഞ്ചൊല്ലുകൾ കണ്ടെത്തൂ, എഴുതൂ. അപ്പം അതിൽ ഒന്നാമത്തെ പഴഞ്ചൊല്ല് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ കാക്കകളെ കുറിച്ച് മാത്രമാണോ ഉദ്ദേശിക്കുന്നത്? അതേപോലെ മറ്റൊരു പഴഞ്ചൊല്ലാണ് അരി എറിഞ്ഞാൽ 1000 കാക്ക. അരി എറിഞ്ഞാൽ 1000 കാക്ക എന്നതുകൊണ്ട് കാക്കയുടെ വരവിനെ മാത്രമാണോ സൂചിപ്പിക്കുന്നത്? ഈ ചൊല്ലുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയൂ. മറ്റുള്ളവർ പറയുന്നതിനോട് പ്രതികരിക്കൂ. ഒരു കാര്യം പറയുകയും വേറൊന്ന് ആശയമായി വരികയും ചെയ്യുന്ന രീതിയിൽ പുതിയ വാക്യങ്ങൾ, വാക്കുകൾ, അതായത് പദക്കൂട്ടുകൾ എന്നിവ എഴുതി നോക്കൂ. ഒരു പഴഞ്ചൊല്ലും അതിനു ചേരുന്ന ചിത്രവുമാണ് ചുവടെയുള്ളത്. ഒരുമ തന്നെ പെരുമ. ഈ ഉറുമ്പുകൾക്കെല്ലാം ഉള്ള ഒരുമ, ഒത്തൊരുമ. അതുകൊണ്ട് അവരെന്താണ് പൊക്കിക്കൊണ്ടു പോകുന്നത്? അവരെക്കാൾ എത്രയോ വലിപ്പമുള്ള ഒരു സാധനം കൊണ്ടുപോകുന്നു, അല്ലേ? ഉറുമ്പിനല്ലെങ്കിലേ ഒരുപാട് ഭാരം ചുമക്കാൻ കഴിയും. ഉറുമ്പിൻ്റെ ഭാരത്തിനേക്കാൾ കൂടുതൽ ഭാരം ചുമന്നു കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു ജീവിയാണ് ഉറുമ്പ്. ഉറുമ്പുകൾക്കാണെങ്കിൽ ഭയങ്കര ഒത്തൊരുമയാണ്. ആ ഒരുമ കാരണം ഇവർ വലിയ ഒരാൾക്ക് പറ്റാത്തതും രണ്ടാൾക്ക് പറ്റാത്തതുമായ കാര്യം എല്ലാവരും ഒന്നിച്ചു നിന്ന് ചെയ്തു തീർക്കുകയാണ്, അല്ലേ? പഴഞ്ചൊല്ലിനെ പറ്റി ചിത്രത്തിൽ നിന്ന് എന്തെല്ലാം കണ്ടെത്താം? ഒരാൾക്ക് തനിയെ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിന്നാൽ കഴിയും എന്നുള്ളത് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? അതുപോലെ ഈ ഉറുമ്പുകളെ പോലെ നമ്മളും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും, പല വലിയ കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്നുകൂടി ഇതിൽ പറയുന്നുണ്ട്. അല്ലാതെ ഉറുമ്പ് ഒരു പപ്പടോ അല്ലെങ്കിൽ ഒരു അപ്പക്കഷ്ണോ കൊണ്ടുപോകുന്നത് വലിയ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓരോരുത്തരോടും ഈ പഴഞ്ചൊല്ല് പറയുന്നത് എന്താണ്? നിങ്ങളും ഇതുപോലെ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, അല്ലേ? ഇനി നമുക്ക് ഈ വിവരണത്തിലെ പഴഞ്ചൊല്ലുകളും അവയുടെ അർത്ഥവും ഒന്ന് നോക്കാം. അരി എറിഞ്ഞാൽ 1000 കാക്ക. അരി എറിഞ്ഞാൽ കാക്കകൾ കൂട്ടത്തോടെ വരും. അതുപോലെ നെയ്യപ്പത്തിൻ്റെ മണം കേട്ടപ്പോൾ കുട്ടികൾ എല്ലാവരും കൂട്ടത്തോടെ ഓടിയെത്തി. അതാണ് അമ്മയുടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആലിൻകായ് പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് എന്ന പോലെ ആയല്ലോ എൻ്റെ കുട്ടിയുടെ സ്ഥിതി എന്ന് പറഞ്ഞു, അല്ലേ? എന്താണ് ആലിൻകായ്? ആലുമേ നിറയെ കായ ഉണ്ടാവും. അത് പഴുക്കുന്ന സമയത്ത് ആണ് കാക്കകൾ അത് തിന്നുന്നത്. കാക്കയ്ക്ക് വലിയ ഇഷ്ടമുള്ളതാണ് ആലിൻ്റെ പഴം. അപ്പോൾ കാക്കയ്ക്കാണെങ്കിൽ അതേ സമയത്ത് തന്നെ കാക്കയ്ക്ക് വായ്പുണ്ണ് വന്നതുകൊണ്ട് ആലിൻകായ് തിന്നാൻ കഴിഞ്ഞില്ല.
വായ്പുണ്ട് മാറുമ്പോഴേക്കും ആലിൻകായ് പഴുത്ത് തീരുകയും ചെയ്യും. അതുപോലെ ബേബിക്ക് വയറുവേദന വന്നിട്ട് നെയ്യപ്പം തിന്നാൻ പറ്റിയില്ല. വയറുവേദന മാറുമ്പോഴേക്കും നെയ്യപ്പം എല്ലാവരും തിന്നു തീർക്കുകയും ചെയ്യും അല്ലേ? ഇനി കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ, കാക്കയുടെ കൂട്ടിൽ ആരെങ്കിലും കല്ലെറിഞ്ഞാൽ ആ കൂട്ടിലെ കാക്കകളെല്ലാം കൂടി കാ 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 എന്ന് കരഞ്ഞ് ബഹളമുണ്ടാക്കും. കാക്കകൾ ഒരു കാന്ന് കുറച്ച് കരയുകയാണെങ്കിൽ ബാക്കിയുള്ളവരും അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഒപ്പം കൂടും. അറിയാതെ നമ്മൾ നമ്മുടെ ചെവി പൊത്തിപ്പോകും. അത്രയ്ക്കും ബഹളമായിരിക്കും. കുട്ടികൾ നല്ല ബഹളമുണ്ടാക്കി കളിക്കുന്നു എന്നാണ് അമ്മ ഈ പഴഞ്ചൊല്ലുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി പദക്കൂട്ടുകൾ കണ്ടെത്താനായിട്ട് നിങ്ങളുടെ പ്രവർത്തനത്തിലുണ്ട് അല്ലേ? ഒരു കാര്യം പറയുകയും വേറൊന്ന് ആശയമായി വരികയും ചെയ്യുന്ന രീതിയിൽ പുതിയ വാക്യങ്ങൾ, വാക്കുകൾ അല്ലെങ്കിൽ പദങ്ങളുടെ കൂട്ടുകൾ, അതായത് 2 പദങ്ങൾ കൂടിയിട്ടോ 3 പദങ്ങൾ കൂടിയിട്ടോ അങ്ങനെയുള്ളവ എഴുതി നോക്കൂ. അപ്പം നമുക്കിവിടെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. പദക്കൂട്ടുകളിലെ ഒരു ഭാഗത്ത് കാക്ക, കല്ല്, തീ, കുറുക്കൻ, അമ്മ, അച്ഛൻ ഇങ്ങനെ കുറേ പദങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ ഭാഗത്ത് അപ്പുറത്തെന്താ എഴുതിയിട്ടുള്ളത്? വൃത്തിയുള്ള, മനസ്സ്, കുരുത്തത്, പാടുന്ന, മധുരമുള്ള, വെണ്ണ പോലെ എന്നൊക്കെയാണ് അല്ലേ? ഇപ്പം നമുക്കിതിനെ വാചകമാക്കി നോക്കിയാലോ? അച്ഛൻ വെണ്ണ പോലെ. അച്ഛൻ വെണ്ണ പോലെ എന്ന് പറഞ്ഞാൽ വെണ്ണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പാലും തൈര് കടഞ്ഞെടുക്കുന്നതാണ് വെണ്ണ അല്ലേ? മോരൊക്കെ കടഞ്ഞിട്ട് അപ്പം ഇന്നിങ്ങനെ വെളുത്തൊരു സാധനം, ഒരു നല്ല മയമുള്ളൊരു സാധനം അല്ലേ? അത് കിട്ടും. ചൂട് തട്ടുമ്പോഴേക്കും വെണ്ണ ഉരുകിപ്പോകും. അതുപോലെയാണ് അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്താണതെന്ന് മനസ്സിലാക്കേണ്ടത്. അച്ഛൻ്റെ മനസ്സ് വെണ്ണ പോലെയാണ്. ആരുടെങ്കിലും സങ്കടം കണ്ടാൽ പെട്ടെന്ന് അലിയും. അതുപോലെ അച്ഛൻ്റെ മനസ്സ് നിറയെ സ്നേഹവും ഉണ്ട്. മൃദുലമാണ് അച്ഛൻ്റെ മനസ്സ്. ഇതൊക്കെയാണ് ഇതിൽ നിന്ന് പറയുന്നത്. പിന്നെ അവൻ്റെ പാട്ട് കുറുക്കൻ്റെ പാട്ട് പോലെയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറുക്കൻ്റെ പാട്ട് എങ്ങനെയാണ്? ഓലിയിടലാണ് കുറുക്കൻ്റെ പാട്ട്. അപ്പോൾ പാട്ട് നന്നല്ല എന്നുള്ളതാണ് നമ്മൾ ഈ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിന്റെ മനസ്സ് കല്ലാണോ എന്ന് ചോദിക്കാറുണ്ട്. മനസ്സ് കല്ല്. നിന്റെ മനസ്സ് കല്ലാണോ ചോദിച്ചാൽ ആരുടെങ്കിലും മനസ്സിൽ കല്ലുണ്ടോ? ഇല്ല. പക്ഷേ ഒരു വേദനയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സങ്കടമോ ബുദ്ധിമുട്ടോ ഒന്നും കണ്ടാൽ ഒരു അലിവും കാണിക്കാത്ത ആളെയാണ് നമ്മൾ അങ്ങനെ ചോദിക്കുക. നിന്റെ മനസ്സ് എന്താ കല്ലാണോ എന്ന് ചോദിക്കും. എൻ്റെ അമ്മ നല്ല ചക്കര അമ്മയാണ് എന്ന് പറഞ്ഞാൽ ഒരു ശർക്കര പൊട്ട് പോലെ കടിച്ചു തിന്നാൻ നല്ല മധുരമുള്ള അതാണ് അമ്മ എന്നാണോ? അല്ല. അമ്മ, അമ്മയുടെ മനസ്സിലെ സ്നേഹവും വാത്സല്യവും നിങ്ങളോടുള്ള അലിവും എല്ലാം ചേർത്താണ് നമ്മൾ അമ്മയെ ചക്കര അമ്മയാക്കുന്നത് അല്ലേ? അപ്പോൾ ഇതുപോലെയുള്ള പദക്കൂട്ടുകൾ വേറെ ഇതിലെന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? കാക്ക വൃത്തിയുള്ള. കാക്ക 4 നേരവും കുളിക്കും, എന്നിട്ട് വൃത്തിയായി നടക്കും എന്ന് മാത്രമല്ല അതിലുദ്ദേശിച്ചത്. എന്താണ്? നമ്മൾ വീടിനെ പുറത്തേക്ക് എറിയുന്ന, മുറ്റത്തെ കൂടെയൊക്കെ എറിഞ്ഞ് കളയുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും കൊത്തിപ്പെറുക്കി നമ്മുടെ മുറ്റം കൂടി വൃത്തിയാക്കി തരും എന്നും കൂടി ഇതിൽ പറയുന്നുണ്ട്. പിന്നെ തീ കുരുത്തത് എന്നുണ്ട്. തീയിൽ കുരുത്തത് വെയിലത്ത് വാടുമോ എന്നാണ് ചോദിക്കുന്നത്. തീയിൽ കുരുക്കുക എന്ന് പറഞ്ഞാൽ തീയിൽ മുളച്ചുണ്ടാവുക, അത് വെയിലത്ത് വാടുമോ? തീയിൽ കുരുത്തത് തീയിൽ എന്തെങ്കിലും കുരുക്കുമോ? ഇല്ല. പക്ഷെ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അറിഞ്ഞു വളർന്ന ഒരാൾ നിസ്സാരമായ കാര്യത്തിന് തളർന്നു പോകില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് പദക്കൂട്ടുകൾ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഓരോ പദക്കൂട്ടുകളും വാക്യത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ശരിക്കുള്ള അർത്ഥം മനസ്സിലാകുന്നത്. കനകച്ചിലങ്ക എന്ന വീഡിയോയുടെ 2ാം ഭാഗത്തിൽ വാമൊഴി ചന്തം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളാണ് ഈ 2ാമത്തെ വീഡിയോയിലുള്ളത്.
ഇനി നിങ്ങൾക്ക് ഇതിലെ പഠന തെളിവുകളും പോർട്ട്ഫോളിയോയും ഒക്കെ ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ട് പഠന ചെപ്പ് എന്ന ഭാഗത്ത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.